വർഷത്തിലൊരിക്കൽ അപൂർവമായി മാത്രം കാണാൻ പറ്റുന്ന സുന്ദരമായ ഒരു കാഴ്ചയാണ് വടക്കുന്നാഥൻ്റെ വടക്കേ ഗോപുരത്തിന് മുമ്പിൽ പാറമേക്കാവ് ഭഗവതിയുടെ മേളവും. അത് കഴിഞ്ഞ് ആറാട്ടിനെ എഴുന്നള്ളിച്ച് വടക്കേ ഗോപുരം കടന്ന് പാറമേക്കാവ് ഭഗവതി കൊക്കർണിപ്പറമ്പിലേക്ക് എഴുന്നള്ളുന്നതും ചന്ദ്രപുഷ്കരണിയിലെ ആറാട്ടും. നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനായിട്ട് ശ്രീനിവാസൻ കുന്നമ്പത്തുണ്ട് നമ്മുടെ അടുത്ത്. ശ്രീനിവാസ് കുന്നമ്പത്ത് കഴിഞ്ഞ 40 വർഷക്കാലമായി പാറമേക്കാവ് ക്ഷേത്രത്തിലെ ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്നു. ഇപ്പോൾ ക്ഷേത്രം സൂപ്രണ്ടിൻ്റെ തസ്തികയിലാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ സവിശേഷത, പൂരത്തിൻ്റെ പ്രധാന പങ്കാളിയായ പാറമേക്കാവ് ഭഗവതി പുറപ്പെട്ടാൽ ആദ്യമായി പ്രവേശിക്കുന്നത് വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് പ്രവേശിച്ച് വടക്കേ ഗോപുരത്തിൻ്റെ മുൻഭാഗത്ത് പാണ്ടിമേളം കലാശിച്ച് സർവ ഭഗവതിയുടെ ഭൂതാംശങ്ങളെയും പൂരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി അതിനുശേഷം തൻ്റെ തീർത്ഥക്കുളമായ 2 കുളങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ ഒരെണ്ണം സൂര്യപുഷ്കരണിയും ഒന്ന് ചന്ദ്രപുഷ്കരണിയും. സൂര്യപുഷ്കരണി വടക്കുന്നാഥൻ്റെ നിത്യനിധാന അഭിഷേകാദികൾക്ക് ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് കിണറുകളില്ല. അതുകൊണ്ട് നിത്യനിധാന നിവേദ്യത്തിനും അഭിഷേകാദികൾക്കും ഉപയോഗിക്കുന്ന ജലം സൂര്യപുഷ്കരണിയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. അതേസമയം ചന്ദ്രപുഷ്കരണി എന്ന് പറയുന്ന നേരെ എതിർഭാഗത്ത് നിൽക്കുന്ന, ഒരെണ്ണം കിഴക്ക് ഭാഗത്താണെങ്കിൽ ഒരെണ്ണം പടിഞ്ഞാറ് ഭാഗത്താണ്. പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്നതായ ചന്ദ്രപുഷ്കരണി സ്നാനക്കുളമാണ്. അവിടെയാണ് എല്ലാവരും വന്ന് കുളിക്കുകയും, അതായത് ക്ഷേത്രത്തിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകൾക്ക് മാത്രം കുളിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആ കുളത്തിലാണ് പാറമേക്കാവ് ഭഗവതിയുടെ ആദ്യത്തെ ആറാട്ട്. തുടർച്ചയായിട്ട് ഇനി എത്ര ആറാട്ടുകളാണ് പടഹാദി എന്ന് പറയുന്ന ഉത്സവത്തിൻ്റെ വിശേഷത പൊട്ടിപ്പുറപ്പെടലുകളും ജലാശയങ്ങളിലുള്ള ആറാട്ടുകളുമാണ്. നിത്യവും ഒരു ആറാട്ടെങ്കിലും ഒരു ദേവതയ്ക്ക് പടഹാദി ഉത്സവത്തിന് അത്യന്താപേക്ഷിതമാണ്. തൃശ്ശൂർ പൂരം പുറപ്പെട്ടാൽ 8 ദിവസങ്ങളെ കൊണ്ടാണ് തൃശ്ശൂർ പൂരം പരിസമാപ്തിയിലെത്തുന്നത്. പാറമേക്കാവ് ഭഗവതിയെ സംബന്ധിച്ച് ആദ്യത്തെ പുറപ്പാട് ദിവസം തന്നെ നേരെ വന്ന് ചന്ദ്രപുഷ്കരണിയിൽ ആറാട്ട് നടത്തുന്നു. 2ാമത്തെ ദിവസം പ്രഭാതത്തിൽ ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിൽ തന്നെയാണ് 2ാമത്തെ ദിവസത്തെ പ്രഭാതത്തിലെ ആറാട്ട്. ആദ്യത്തെ ആറാട്ട് മധ്യാഹ്ന സമയത്താണെങ്കിൽ 2ാമത്തെ ആറാട്ട് പ്രഭാതത്തിങ്കലാണ്. 3ാമത്തെ ദിവസവും ആറാടുന്നത് ക്ഷേത്രക്കുളത്തിൽ തന്നെയാണ്. 4ാമത്തെ ദിവസം ആറാടുന്നത് മുക്കാട്ടുകര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിലും. 5ാമത്തെ ദിവസം ആറാടുന്നത് നേരെ പോയി തൃക്കുമാനംകുടത്ത് ക്ഷേത്രക്കുളത്തിലും. അത് കഴിഞ്ഞാൽ 6ാമത്തെ ദിവസം പാറമേക്കാവ് ക്ഷേത്രത്തിലെ തന്നെ ക്ഷേത്രക്കുളത്തിലും. തൃശ്ശൂർ പൂര ദിവസമായ 7ാം ദിവസവും അതിരാവിലെ ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞാൽ ഉദയരാശി സമയത്ത് പാറമേക്കാവ് ഭഗവതിയുടെ തന്നെ തീർത്ഥക്കുളത്തിൽ ആറാട്ടിയതിന് ശേഷമാണ് തൃശ്ശൂർ പൂരത്തിന് പുറപ്പെടുന്നത്. ആ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം പരിസമാപ്തിക്ക് ശേഷം തിരിച്ചു വന്നാൽ സന്ധ്യ സമയത്ത് നേരെ ഇവിടുന്ന് പോയി പടിഞ്ഞാറച്ചറയിൽ ആറാടുന്നു. അങ്ങനെ പാറമേക്കാവ് ഭഗവതിയുടെ സഞ്ചാരപഥം എന്ന് പറയുന്നത് പൂരപ്പറയുടെ 18 തട്ടകങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ 8 തീർത്ഥക്കുളങ്ങളിൽ സ്നാനം ചെയ്യുന്നു. ഇതാണ് പൂരത്തിൻ്റെ ദേശാടനം. പലവട്ടം പറഞ്ഞിട്ടുള്ളതായാലും തൃശ്ശൂർ പൂരം ഒരു പടഹാദി ഉത്സവമാണ്. പടഹാദി ഉത്സവം എന്ന് പറയുമ്പോഴും ധ്വജാദി ഉത്സവം എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു. ഉത്സവങ്ങളെ ബ്രാഹ്മണാഗമനത്തിന് ശേഷം ഭഗവതി കാവുകളിലെല്ലാം അതിനു മുൻപ് നടന്നിരുന്നത് വേലകളാണ്. ആ വേലകളുടെ വളരെ കാലം, അതായത് കർഷക വിളവെടുപ്പിന് ശേഷം നടന്നിരുന്നതായ വേലകൾ 3 തരത്തിലുള്ളതായ കർഷക
വിളവെടുപ്പുകളാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഒന്ന് വിരിപ്പ് കൃഷിയും, ഒന്ന് മുണ്ടകൻ കൃഷിയും, ഒന്ന് പുഞ്ചകൃഷിയും. കേരളത്തിൽ ഇങ്ങോളമുള്ള കാവുകളിലെ വേലകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കർഷക വൃത്തിക്ക് ശേഷം ദേശവാസികളെല്ലാവരും ഒത്തുചേർന്ന് തീയതിയോ അല്ലെങ്കിൽ ആഴ്ചയോ നിശ്ചയിച്ച് നടത്തുന്നതാണ് വേലകൾ. ആ വേലകളെല്ലാം തൻ്റെ തട്ടകത്തിൻ്റെ നാനാ അതിർത്തികളിൽ നിന്ന് വന്ന് തൻ്റെ കാവിൽ വന്ന് വേല കഴിച്ചു പോകുന്ന ഒരു സമ്പ്രദായമാണ്. അതിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് ഒരു കർഷകനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതായ ഒരു കാളയെ സ്വന്തമാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് കർഷക വിളവെടുപ്പിന് ശേഷമുണ്ടാക്കിയ വൈക്കോല് കൊണ്ട് ഒരു കാളയെ നിർമ്മിച്ച് അതിൽ ചുമലിലേറ്റി നൃത്തം ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മൾക്കിപ്പോഴും കണ്ടുവരാം. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു ദേശത്ത് നിന്ന് പരദേശത്തേക്ക് സഞ്ചരിക്കുവാൻ ഏറ്റവും വേഗതയേറിയ വാഹനമായ ജീവിയായി കണക്കാക്കിയിട്ടുള്ളത് കുതിരയെയാണ്. ആ കുതിരയെ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഒരു ദേശത്ത് നിന്ന് പരദേശത്തേക്ക് എത്രയും വേഗത്തിൽ പലായനം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കുതിരയെ ശ്രദ്ധിക്കുക എന്നുള്ളത് അന്ന് കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇന്ന് കാറും ഇതൊക്കെ ഉണ്ടാകുന്നത് പ്രൈവറ്റ് ജെറ്റ് പോലെയാണ് അന്നത്തെ ഒരു കുതിര എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ചരഗതി മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കുതിരയെ സമ്പാദിച്ചാൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാം. അതിനെ കിട്ടുക എന്നുള്ള മോഹത്തോടു കൂടി ഇതുപോലെ തന്നെ വൈക്കോല് കൊണ്ടും മറ്റും കുതിരയെ ഉണ്ടാക്കി നൃത്തം ചെയ്യുന്ന കുതിരവേലകളും ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം. അതിനുശേഷം ബ്രാഹ്മണാഗമന കാലഘട്ടത്തിൽ ഈ ദേവതമാരെ പലവരെയും വേറൊരു രൂപത്തിലേക്ക് ഉപാസനാമൂർത്തികളിൽ നിന്ന് ആരാധനാമൂർത്തികളിലേക്ക് മാറ്റപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേവതമാർക്കും ശാസ്താക്കന്മാർക്കും, നായാട്ടിൻ്റെ ദേവതയായ ശാസ്താവിനും കർഷകവൃത്തിയുടെ ദേവതയായ ഭഗവതിക്കും പടഹാദി എന്ന കൊട്ടിപ്പുറപ്പെട്ട് ദേശാടനം ചെയ്യുന്ന ഉത്സവങ്ങൾ നിശ്ചയിക്കപ്പെട്ടത്. അതിനുശേഷം ബ്രാഹ്മണരുടെ ആഗമപ്രകാരം വൈഷ്ണവാലയങ്ങളിലും ശൈവാലയങ്ങളിലുമാണ് സാധാരണയായി ധ്വജാദിയായിട്ടും അങ്കുരാദിയായിട്ടുമുള്ളതായ ഉത്സവങ്ങൾ നടന്നു വരുന്നത്. ഇപ്പോൾ ഈ ആറാട്ട് നടക്കുന്നത് ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചന്ദ്രപുഷ്കരണിയിലാണ്. ഇവിടെയാണ് സ്നാനവും ആറാട്ടമൊക്കെ നടക്കുന്നത്. ഇതിനപ്പുറത്ത് നമ്മൾ കണ്ടതാണ് സൂര്യപുഷ്കരണി. അവിടെ നിന്നാണ് തീർത്ഥജലം, അമ്പലത്തിലേക്ക് ആവശ്യമായ ജലം, വടക്കുന്നാഥന് ആവശ്യമായ ജലം സ്വീകരിക്കുന്നതും എടുക്കുന്നതൊക്കെ. അത്രയും പരിപാവനമായ ഒരിടമാണ്. സാധാരണഗതിയിൽ ആരും ഇവിടെ വരെ വീഡിയോ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. ഇങ്ങനൊരു പ്രത്യേക ആവശ്യത്തിന് മാത്രമാണ് ഇവിടെ വരുന്നത്. ജന്മാന്തര പാപശീലകൾ പുണ്യസോപാനമായി മാറേണം. ജന്മജന്മാന്തര പാപശീലകൾ പുണ്യസോപാനമായി മാറേണം. ജലബിന്ദുവിൽ
നിത്യവുമിൻ ചേതനയിൽ കരുണാമലയമാരുതനൊഴുകേണം. കൃപാകരി മനോഹരി കൃപാകരി മനോഹരി കൃപാകരി മനോഹരി കൃപാകരി മനോഹരി മനോഹരി മഹാമതി മനോഹരി മഹാമതി മനോഹരി മഹാമതി മനോഹരി മഹാമതി മഹാമതി സരസ്വതി മഹാമതി സരസ്വതി മഹാമതി സരസ്വതി മഹാമതി സരസ്വതി ആനന്ദപ്രദായിനി സാനന്ദ വിനോദിനി ആനന്ദപ്രദായിനി സാനന്ദ വിനോദിനി ആനന്ദപ്രദായിനി സാനന്ദ വിനോദിനി ആനന്ദപ്രദായിനി സാനന്ദ വിനോദിനി ധർമ്മമാദിനിയേ സർവം നീയേ ധർമ്മമാദിനിയേ സർവം നീയേ ധർമ്മമാദിനിയേ സർവം നീയേ ധർമ്മമാദിനിയേ സർവം കൃപാകരി മനോഹരി കൃപാകരി മനോഹരി മനോഹരി മഹാമതി മനോഹരി മഹാമതി മഹാമതി സരസ്വതി മഹാമതി സരസ്വതി മഹാമതി സരസ്വതി മഹാമതി സരസ്വതി മഹാമതി സരസ്വതി മഹാമതി സരസ്വതി. അതെ, പൂരം ഇവിടെ തുടങ്ങുകയാണ്. നമുക്കിനിയും കാണാം.